ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഗപ്പീസൊക്കെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡാഫ്നിയെയും മൊയിനെയൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഡാഫ്നി എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ ഏകദേശം ഡാഫ്നി ഞാൻ സെർച്ച് ചെയ്ത് ഏകദേശം ഒരു 10-15 ആൾക്കാരുടെ കയ്യിലൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല. അല്ലാസ്റ്റ് ഞാൻ ഒരിടത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മേടിച്ചപ്പോൾ ഒരു പ്ലാന്റ് കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സും ജസ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അത് ആരുടെ കയ്യിൽ നിന്ന് മേടിച്ച് എല്ലാ ഡീറ്റെയിൽസും ഞാൻ നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പാക്കിംഗ് എന്തായാലും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അപ്പോൾ ജസ്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ വരും. അതുപോലെ ഞാൻ ആ വീഡിയോ നമ്മളോട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ അനിയത്തിയാണ്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തരും. ഞാൻ കട്ട് ചെയ്യണ വീഡിയോ അല്ല, ഫുള്ളിടുന്നതാണ്. ഓക്കെ, കാണാമല്ലോ അതിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് അവർ അയച്ചിട്ടുള്ളത്. കറക്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കവറിലാണ് ഓപ്പൺ ചെയ്ത് വന്നത്. ഞാനിത് ഇവിടെ എത്തിയതിന് ശേഷമാണ് ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരെണ്ണം കവറിൽ അവർ ആദ്യം പാക്ക് ചെയ്ത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതാ നല്ല രീതിയിൽ ഫുള്ള് പാക്ഡാണ്. ഇതാ അവരുടെ പരസ്യം എല്ലാ സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഈ നമ്പറാണെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അവരുടെ നമ്പർ. ഓക്കെ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് തേടി നടന്നൊരു സാധനം കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത്. ഓക്കെ, പിന്നെ ഇതൊരു പ്ലാന്റ് ആണ്. ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് പ്ലാന്റ് ഓപ്പൺ ചെയ്യാം, ദെൻ എന്നിട്ട് നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, പ്ലാന്റ് അവർ നല്ല രീതിയിൽ സീൽ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സീൽ ചെയ്തിട്ടുള്ള ജസ്റ്റ് ഇങ്ങനെ തന്നെ ഓപ്പൺ ചെയ്യാം. ഡബിൾ സീലിംഗ് ആണ്. ഓക്കെ, എക്സ്ട്രാ സ്റ്റെം ഗിഫ്റ്റ് ആയ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒരു എക്സ്ട്രാ സ്റ്റെം ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു മണി പ്ലാന്റ് വെറൈറ്റിയിലൊരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് വെള്ളത്തിൽ കുറച്ച് നിൽക്കും. ഓക്കെ, സോ ഞാനിത് അത്ര കണ്ടിട്ടില്ല ഈ പ്ലാന്റ്. ജസ്റ്റ് പെട്ടെന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ പെപ്രോമി ഫാമിലിയിലുള്ളതാണ്. പെപ്രോമി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മഷിത്തണ്ടുണ്ടല്ലോ, ആ മഷിത്തണ്ടിൻ്റെ ഫാമിലിയിൽ വരുന്നതിന് തന്നെ പെപ്രോമി കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലുള്ളൊരു വാട്ടറിൽ നമുക്ക് അത്യാവശ്യം നിൽക്കുന്നൊരു വെറൈറ്റിയാണ് ഈ പെപ്രോമിയ. നമുക്ക് വെള്ളത്തിൽ നിറച്ച് പ്രൊപ്പഗേഷനൊക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ഈ പ്ലാനിനെ പറ്റി. ജസ്റ്റ് അവരിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നെറ്റിൽ ചെക്ക് ചെയ്തപ്പോഴും പെപ്രോമിയയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി ബാക്കി നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്യാം. ഓക്കെ, അടുത്തതാ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്തിരിക്കുന്നത് ഇതാണ് മെയിൻ സാധനം. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ഇതിനകത്ത് അവർ ഡബിൾ പാക്കിങ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വീണ്ടും 2 ഡബിൾ പാക്കിങ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുറേ കഷ്ടപ്പാടാണ്. ഞാൻ പാക്ക് ചെയ്യുമ്പോൾ അറിയാം എത്രയും നമുക്ക് അതിൻ്റെ പാട്. അപ്പോൾ ഇത് കുറേ പാടുണ്ട്. നമുക്ക് ഡെയിലി എനിക്കൊരു 20 ഓർഡേഴ്സൊക്കെ നമുക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല പെയിനാണ് ഇതെല്ലാം പാക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ. ഇതാണ് നമ്മുടെ അതിഥി. അത്യാവശ്യം നമ്മൾ എൻ്റെ ഫോൺ ഇങ്ങനത്തെ എൻ്റെ റൂമിൽ കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഫ്നി എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് നമ്മൾ ഫിഷിനൊക്കെ ഫീഡ് കൊടുക്കുന്ന ഡാഫ്നിയാണ്. നമ്മൾ നോർമലി പ്രസ്റ്റീജ് ഈസ്റ്റ് അവരതിന് കൾച്ചറിൽ നിന്ന് ഈസ്റ്റും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ട അത്യാവശ്യം നല്ല ചോപ്പുള്ള കിടപ്പുണ്ട് ഫോൺ. ഓക്കെ, കണ്ടോ, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വ്യക്തം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ. ഇതാണ് നമ്മളെ ഡാഫ്നിയ. നമ്മുടെ നോർമൽ മൊയിനേക്കാളും കുറച്ചുകൂടെ സൈസാണ്. ഇതാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്ന ഡാഫ്നിയ. ഇതിന് ഞാൻ ലാസ്റ്റ് ടൈം ഇതുപോലെ ഒരിടത്തുനിന്ന് എവിടെന്നോ മേടിച്ചു. പക്ഷേ ആ ഒരു ഫ്രണ്ടിൻ്റെ നമ്പറൊക്കെ എൻ്റെ നിന്ന് പോയി. പിന്നെ ഇത് എവിടെന്നോ ഇപ്പോൾ ഒരാളുടെ നമ്പർ ഞാൻ കുറേ പേർ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് അങ്ങനെ മാറി കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ജസ്റ്റ് മേടിച്ചവരുടെ ഫാമിൻ്റെ പേര് TMW ഗപ്പി ഫാം എന്നാണ്. ഒരിക്കൽ ഗുരുവായൂർ, കേരള. ഓക്കെ, ഗുരുവായൂർ ആ ഭാഗത്തുള്ളതാണ്. ഓക്കെ, പേഴ്സണാലിറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവരെ പറ്റി അറിയില്ല. ജസ്റ്റ് അത് ഫുഡ് അവർ നമുക്കതിൽ യൂസ് ചെയ്യാനുള്ള ഈസ്റ്റും കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ചിലർക്ക് ഇത് മേടിച്ച് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ടൈമിൽ അവരുടെ കയ്യിൽ ഈസ്റ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൾച്ചർ ചെയ്യണ്ടേ. അതിനുവേണ്ടി ചിലരിങ്ങനെ ഈസ്റ്റ് ഫുഡൊക്കെ അയക്കാറുണ്ട് അതിനെ കൂടെ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ഈസ്റ്റും ഇതും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാറില്ല. കാരണം നമ്മൾ ഈസ്റ്റും ഇതൊക്കെ ചില സമയത്ത് അയക്കുമ്പോൾ എലി വന്ന് അതിൻ്റെ മണത്തിലൊക്കെ ഇതവർ 2-3 പാക്കറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ഒരിടത്ത് നിന്ന് ഇതുപോലെ കുറച്ച് സാധനം വന്നപ്പോൾ ഫുഡ് വന്നതിൽ അവർ ഡബിൾ പാക്കിങ് ചെയ്തു. എന്നാലും എലി കടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായി. അതിനുശേഷം ഞാനത് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഇനി ഞാൻ ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിങ്. അതിനടുത്ത ശേഷം അവർ നമുക്ക് തന്നിട്ടുള്ള കവേഴ്സാണ് ജസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇത് നമുക്ക് കവർ അത്യാവശ്യം ഞാൻ ചിലയിടത്തു നിന്ന് മേടിക്കുന്ന കവേഴ്സുണ്ട്. ജസ്റ്റ് ഞാൻ മേടിക്കുന്ന കവർ ജസ്റ്റ് ഒന്ന് കാണാം. നമുക്ക് ഈ കവറിന് അത്യാവശ്യം കട്ടി കുറവാണ്. ഞാനിത് നമ്മുടെ ചാലയിൽ നിന്ന് മേടിക്കുന്നതിന്. പക്ഷേ കട്ടിയുള്ള കവർ നമുക്ക് ചില സമയത്ത് കിട്ടും. കാരണം ഒരു വലിയ ചാക്കി നമുക്ക് കട്ടിയുള്ളത് മാത്രം എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് അത്യാവശ്യം എല്ലാം നല്ല കട്ടിയുണ്ട്. ഇത് എപ്പോഴും ഇങ്ങനത്തെ ആണെന്ന് എനിക്കറിയില്ല.
അതോ ക്വാളിറ്റി വേരിയേഷൻ ആവാൻ തോന്നുന്നു. ഇതെല്ലാം സീലിംഗിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ കറക്റ്റ് സൈസ് കറക്റ്റ് പിടിയില്ലായിരുന്നു. ഇപ്പം കറക്റ്റ് കുറച്ചുകൂടെ ഇത് 4x12 ഞാൻ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ദൂരോട്ട് അയക്കുമ്പോൾ ഐ തിങ്ക് പുറത്തോട്ട് അയക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ 4x12 തന്നെ ഒരു പാക്കറ്റിൽ ഒരു മീനെ വയ്ക്കും. ആ രീതിയിൽ നമ്മൾ ചെയ്യണം. ഈ മുംബൈയിലൊക്കെ ഒരു ഓർഡർ ഈ ആഴ്ചയുണ്ട്. അപ്പോൾ അതിന് വലുതിലൊക്കെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മീൻസ് ഇവിടെ കിട്ടിയതല്ലേ, ഇതിലെല്ലാം ഒരു കവർ വെച്ചൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ 3x12 ഉണ്ട്, 3x12, 6x12, പിന്നെ വേറൊരു കവറുണ്ട്. ഈ കവറിലാണ് അവർ നമുക്കിത് ചെയ്തിട്ടുള്ളത്. മീൻസ് ഇത് പാക്ക് ചെയ്ത് വന്നത് തന്നെ തോന്നുന്നു അല്ലേ. 12x18. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ പാക്കിങ് അത്യാവശ്യം നല്ല സെറ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. ബട്ട് ഞാൻ പാക്കിങ്ങിൽ ഞാനെന്താ ഇത്രയും വലിയ ഇതല്ല, പ്രൊഫഷണൽ അല്ല. മാക്സിമം ഞാൻ കുറേയൊക്കെ പാക്കിങ് ഇതുപോലെ നമ്മൾ ഒരിടത്തും നമ്മൾ പലയിടത്തുനിന്നും ഇതുപോലെ നമുക്കുണ്ടാകുന്ന തെറ്റുകൾ ഇതൊക്കെ നമ്മൾ കണ്ട് പഠിച്ചാണ് സെറ്റായി വരുന്നത്. അപ്പോൾ എനിക്കിതിലൊന്ന് കുറച്ച് അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാനും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കാര്യം നമ്മളതിൽ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. മീൻസ് ഇപ്പോൾ അത്യാവശ്യം നമ്മളതിൽ മിക്സർ അത്യാവശ്യം നിറച്ച് കിടപ്പുണ്ട്. പിന്നെ ഫുൾ ഗോൾഡൊക്കെ നിറച്ച് നമ്മളതിലുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഇവരെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിക്കാനുള്ളവർക്ക് മേടിക്കാം, അവരുടെ കയ്യിൽ എന്തെങ്കിലും മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് മേടിക്കാം. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് നമുക്ക് വേറെ പരിപാടീസൊന്നുമില്ല, നിങ്ങൾ തന്നെ ഡയറക്റ്റ് അവരോട് കോൺടാക്ട് ചെയ്തോളൂ. കാരണം പേഴ്സണലി എനിക്ക് പാക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഐ ആം റിയലി എന്താ പറയുക, റിയലി ഹാപ്പി. മീൻസ് ആ ഡാഫിങ് ഞാൻ ഒത്തിരി നോക്കി ട്രൈ ചെയ്തു. കുറേ ആൾക്കാരോട് ചോദിച്ചു. അത്യാവശ്യം ചെയ്യുന്ന എല്ലാവരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, അല്ലെങ്കിൽ ചിലരെന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഞാൻ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്യുമ്പോൾ അവർ പറയും ക്രാഷ് ആയിപ്പോയി, അങ്ങനെ കിട്ടാനില്ല ഈ സാധനം. അതിൻ്റെ ഒരു ഇതാണ്. ഇനിയിപ്പോൾ എല്ലാം പോയി സെറ്റ് ചെയ്യണം. കാരണം മൊയിനെ ഇരിക്കുന്നത് 2 മൊയിനെ മാറ്റിയിട്ട് അതിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ കയ്യിൽ ഞാനിപ്പോൾ നമ്മളിലുള്ള പർപ്പിൾ ബെറി, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഒരു പർപ്പിൾ ബെറി മേടിച്ചപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി. ഇതായത് നമ്മളിലുള്ള പർപ്പിൾ ബെറിയാണ് കണ്ട. ഈ പർപ്പിൾ ബെറിയുടെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. ചിലർ മേടിച്ചിട്ട് അവർ പറയുമ്പോൾ ഇതിൻ്റെ കളർ അത്ര ഇല്ലെന്ന്. കാരണം നിങ്ങളുടെ ആ ഒരു ലൈറ്റിൻ്റെ വേരിയേഷനിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില സമയത്ത് ഇതിൻ്റെ കളർ അത്ര നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ അറിയാലോ ഇതേ സാധനം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ചിലർ പറയുന്നു അവർ കിട്ടിയിട്ട് പറയുന്ന അതിൽ കളറില്ല എന്നുണ്ട്. ഇതേ സാധനം തന്നെയാണ്. പക്ഷേ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇടുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇത് ഈ ഫിഷിനെ തന്നെ നമുക്ക് അതിൻ്റെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം മീൻസ് അതിൻ്റെ സ്ട്രെസ്സായിട്ട് കിടക്കുകയാണെങ്കിൽ ചില സമയത്ത് അതിൻ്റെ കളറിൽ വേരിയേഷൻ വരുന്നത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിലിട്ട് വളർത്തുകയാണെങ്കിൽ അതിൻ്റെ കളർ അത്യാവശ്യം നമുക്ക് കിട്ടില്ല. ഒറയിലൊക്കെ ഇട്ട് വളർത്തുകയാണെങ്കിൽ കുറച്ചൊരു കളർ കിട്ടും. കറുത്ത ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കുറച്ച് നല്ല കളർ കിട്ടും. പിന്നെ ഇതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നല്ല കളർ കിട്ടും. കാരണം നമ്മളിൽ ഹാഫ് ബ്ലാക്ക് ആണ്, ഹാഫ് ബ്ലൂ ആണിത് കണ്ട. ഈ ഹാഫ് ബ്ലൂ അത്യാവശ്യം നല്ല കളറിൽ കയറി വരും. നമുക്ക് ഇതുപോലത്തെ ഒരു ഇതിൽ കിടക്കുകയാണെങ്കിൽ അത് ആ കളറിൻ്റെ വേരിയേഷനും ആ ഒരു കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് അതിന് മിങ്കിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻസാണ്. അത് ഗപ്പീസിൽ നോർമലി ഉണ്ടാകുന്നത് തന്നെയാണ്. പിന്നെ ഇപ്പം നമ്മളതിൽ കുറച്ച് ഓഫറിന് കുറച്ച് വെറൈറ്റീസ് കൂടെ കിടപ്പുണ്ട്. ഇതൊക്കെ പലതരത്തിലുള്ള നമ്മുടെ പ്ലാറ്റിനം ഡംബോ ബിക്കറാണ്. ഇത് നമ്മളിപ്പോൾ അത്യാവശ്യം ഓഫറിനുള്ള സാധനമാണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതും നല്ല സാധനം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ കൂടുതലും നമ്മളിപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ട്രിവാൻഡ്രത്തൊക്കെ നമുക്ക് ബേസ് നമുക്ക് ഡയറക്റ്റ് ഡെലിവറീസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാർ നമ്മളതിന് മേടിക്കുന്നുണ്ട്. നമ്മൾ എല്ലാത്തിൻ്റെ സൈസ് നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. അതേ സാധനം തന്നെ നമ്മൾ കൊടുക്കാനുണ്ടാവും. പിന്നെ ഫുൾ ഗോൾഡ് ഇപ്പോൾ അത്യാവശ്യം നിറച്ചുണ്ട്. ബാക്കി ഏകദേശം എൻ്റെ സ്റ്റോക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഗപ്പീസ് വീഡിയോസൊക്കെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9806874. അവരുടെ നമ്പർ എനിക്ക് കാണാൻ അറിയില്ല. TMV എന്ന് പറഞ്ഞ ഗപ്പി ഫാമാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അവിടെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ ഗോവിന്ദ് സൈനിങ് ഔട്ട്. ബൈ ബൈ.